ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു നാടൻ സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. തേങ്ങ വറുത്തരച്ചിട്ടാണ് ഈ സാമ്പാർ ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് സമയമൊട്ടും കളയാതെ വേഗം ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് സാമ്പാറിന് വേണ്ട കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെള്ളരിക്ക, മുരിങ്ങക്കായ, ക്യാരറ്റ്, പച്ചക്കായ, ഉരുളക്കിഴങ്ങ്, വഴുതനങ്ങ, പിന്നെ കുറച്ച് ചേനയും വെണ്ടയ്ക്കയുമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം. ഞാനിപ്പോൾ ഇതൊക്കെയാണ് എടുത്തിരിക്കുന്നത്. കുക്കറിലിട്ടിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു സവാള അരിഞ്ഞതും, ഒരു തക്കാളി അരിഞ്ഞതും, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ഇടാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പരിപ്പും എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/4 മുതൽ അരക്കപ്പിൻ്റെ അടുത്തുണ്ടാവും. ഈ ഒരു ഓറഞ്ച് കളറിലുള്ള പരിപ്പാണ് ഞാൻ എടുത്തത്. ഇതാവുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി നിങ്ങളുടെ കയ്യിൽ തുവരപ്പരിപ്പാണെങ്കിൽ അതൊരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് ചേർക്കുക. അപ്പോൾ ഒരൊറ്റ വിസിൽ കൊണ്ട് തന്നെ വെന്ത് കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. സാദാ മുളക് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ മതിയാവും. പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ചിട്ട് മുളക് പൊടി കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിക്കുക. പച്ചക്കറികൾ മുങ്ങി നിൽക്കുന്ന രീതിയിലുള്ള വെള്ളം മതി, ഒരുപാട് വെള്ളം വേണ്ട. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഒറ്റൊരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. വിസിൽ വന്ന ഉടനെ തന്നെ തീ ഓഫ് ചെയ്യുക. വിസിൽ എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് കളയുകയും ചെയ്യണം. അല്ലെങ്കിൽ അതിൽ തന്നെ വെക്കുകയാണെങ്കിൽ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അതിലേക്ക് ആവശ്യമായിട്ട് 1/2 കപ്പ് ചിരവിയ തേങ്ങ എടുത്തിട്ടുണ്ട്. 4-5 വെളുത്തുള്ളി, 5-6 ചുവന്ന ഉള്ളി, കുറച്ച് കറിവേപ്പില, 2 വറ്റൽമുളക്, 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടിയാണ് എടുത്തത്. അപ്പോൾ ഇതൊക്കെയാണ് തേങ്ങ വറുത്തരക്കാൻ വേണ്ട സാധനങ്ങൾ. ഇനിയൊരു പാൻ എടുത്ത് ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആദ്യം വെളുത്തുള്ളിയും ചുവന്ന ഉള്ളി കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളക് കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ജീരകവും ഉലുവയും തേങ്ങയും ഒക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് നന്നായി വറുത്തെടുക്കാം. ചെറിയ തീയിൽ തന്നെ ഇട്ട് വറുത്തെടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം തീ കൂട്ടി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ തേങ്ങ കരിഞ്ഞു പോകും. അപ്പോൾ ഇതാ ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഈ ഒരു കളറാവുമ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ആ സെയിം പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വഴുതനങ്ങയും അതേപോലെ വെണ്ടയ്ക്കയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. കാരണം ഇത് കുക്കറിൽ തന്നെ ഇട്ട് അതിൻ്റെ കൂടെ തന്നെ പച്ചക്കറികളുടെ കൂടെ തന്നെ വേവിച്ചെടുക്കുമ്പോൾ എല്ലാം കൂടെ കുഴഞ്ഞു പോവും. അതുകൊണ്ടാണ് വേറെ തന്നെ വഴറ്റിയിട്ട് ചേർക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ച തേങ്ങ തണുത്ത് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ കുക്കറിൻ്റെ വിസിലൊക്കെ കളഞ്ഞിട്ട് തുറന്ന് നോക്കിയിട്ടുണ്ട്. കഷ്ണങ്ങളൊന്നും തീരെ ഉടഞ്ഞു പോയിട്ടില്ല. കറക്റ്റ് വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരൊറ്റൊരു വിസിൽ മതി. വിസിൽ വന്ന ഉടനെ തന്നെ ഓഫ് ചെയ്യണം. അതേപോലെ കുക്കർ തുറന്നു വെക്കുകയും വേണം. ഇനി ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും വഴുതനങ്ങയും കൂടെ ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് പുളിവെള്ളം ചേർക്കുന്നുണ്ട്. ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ കുതിർത്തിട്ട് അത് പിഴിഞ്ഞിട്ടാണ് ചേർത്തത്. ഇനി തീ കത്തിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം.
എരിവ് നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം, അല്ലെങ്കിൽ പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളകും ചേർക്കാം. ഞാനിവിടെ കുരുമുളകാണ് ചേർത്തത്. ഇനി നന്നായി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് തേങ്ങ അരച്ചത് കൂടെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പും എരിവൊക്കെ ശരിയായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ നന്നായി തിളച്ച് വന്നപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് താളിക്കുന്ന പരിപാടി മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ എടുത്ത് ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചുവന്ന ഉള്ളി, അതായത് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടിയും ചേർക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച മല്ലിയില കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇത് നമുക്ക് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. താളിച്ചത് ചേർത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇതേപോലെ ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല നാടൻ വറുത്തരച്ച സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിനും ഇഡ്ലിക്കും ദോശയ്ക്കും ഒക്കെ ചേരുന്ന നല്ലൊരു അടിപൊളി സാമ്പാറാണിത്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്. താങ്ക് യു.